അധ്യക്ഷൻ, ബാക്കി വേദിയിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാർ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, മൈക്കിൻ്റെ ശബ്ദപരിധിക്കകത്തും എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ സമയത്ത് ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞാനൊരു ശക്തനായ പ്രസംഗകനൊന്നുമല്ല. ഞാൻ വ്ളോഗറായത് ഗതികേട് കൊണ്ടായിപ്പോയതാ. ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയതാ. നിങ്ങൾക്കറിയാം, ഞാനൊരു കോൺട്രാക്ടറായിരുന്നു. 10-200 ജോലിക്കാരുണ്ടായിരുന്നു. 10-14 വണ്ടികൾ, 2 JCB, 2-3 ടോറസ് എല്ലാം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാം പൊളിഞ്ഞു തകർന്നു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ ഭയങ്കര മോശമായി പോയി എന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. അതിന് ഞാൻ എൻ്റെ കഴിവൊന്നുമല്ല, അത് കേട്ട അംഗീകരിച്ച പൊതുജനത്തിൻ്റെ ഒരു സഹകരണം കൊണ്ട് മാത്രം അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിനിപ്പുറം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സമീപനം, നമ്മളുടെ ആളുകളുടെ ആരോഗ്യം, നമ്മുടേതായ സാമൂഹിക സ്ഥിതി, ഈ കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ അവസ്ഥയിൽ 100% സംതൃപ്തി ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് കൈവക്കിക്കുക. ഇതൊക്കെ ഇത്ര മതി. ഏതൊക്കെയാലും ഇത്രയും പേര് നിൽക്കുന്നതിൽ ഒരാൾ പോലും കൈ പൊക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകൾ കൈ താക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനമെല്ലാം പൊറുതി മുട്ടി അങ്ങേയറ്റം എത്തിയെന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത ഇടയ്ക്ക് വന്ന ഏറ്റവും പുതിയൊരു പഠനം അനുസരിച്ച് കേരളത്തിലെ 1,05,00,000 ജനം 700 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാ ഒരു ദിവസം. എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനമുള്ളതിൽ 1,05,00,000 ജനത്തിന്റെ വരുമാനം ഏതാണ്ട് ദിവസം 700 രൂപ തൊട്ട് താഴോട്ടാണ്. ഈ അടുത്ത കാലത്ത് 1-2 കാർഷിക വിദഗ്ധന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഒരു 2 ഏക്കർ റബ്ബർ ഉള്ളവൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. തെങ്ങ് കൃഷിക്കാരൻ 4 ഏക്കർ ഉണ്ടെങ്കിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ചെറുകിട കടക്കാര് എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അപ്പൊ ഈ 1,05,00,000 ജനത്തിൽ ആരാണ് ഇത്രയും താന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ നിൽക്കുന്ന ആളുകൾ, റബ്ബർ വെട്ടുകാര്, ആശാ വർക്കർമാര്, പിന്നെ അതുപോലെയുള്ള മറ്റു കൂലിപ്പണിക്കാരെല്ലാവരുടെയും കൂടി അളവെടുത്ത് നോക്കിയാൽ ഇവരെല്ലാവരും ആവറേജ് 700 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാണ്. എങ്ങനെ ജീവിതം കൂട്ടിമുട്ടിക്കും? അങ്ങനെ ചിന്തിക്കുമ്പോൾ 3.5 കോടി ജനം കേരളത്തിലുള്ളതിൽ 15 ലക്ഷം ജനമാണ് അധികാരവർഗം. 15 ലക്ഷത്തിൽ താഴെ, മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ള രാഷ്ട്രീയക്കാർ, പഞ്ചായത്ത് മെമ്പർ തൊട്ട് അങ്ങോട്ടും, നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും എല്ലാം കൂടെ കൂട്ടിയാൽ എല്ലാ കാലത്തും സംസ്ഥാനത്തെ അധികാരവർഗം എന്ന് പറയുന്നത് 15 ലക്ഷത്തിൽ താഴെയാണ്. ഈ 15 ലക്ഷത്തിൽ താഴെയുള്ള അധികാരവർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ 3,35,00,000 ജനം പണിയെടുത്ത് ജീവിച്ച് നരകിച്ച് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും. ഇനി ഞാനൊരു കണക്ക് പറയാം. ഒരു മനുഷ്യന്റെ ആയുസ് 70 വർഷമാണെന്ന് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 26,000 ദിവസത്തിൽ താഴെയാണ് ഇത് കണക്ക് വരുന്നത്. 26,000 ദിവസം, അത് താഴോട്ട് 70 വയസ്സ് വരെയാണെങ്കിൽ ഒരു ദിവസം ഒരു മനുഷ്യന്റെ അനുദിന ജീവിത ചെലവുകൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്ന പേസ്റ്റ് തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും, സോപ്പോ ചീപ്പോ എണ്ണയോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ അത് എത്ര രൂപയാകുമെന്നൊരു കണക്കെടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലായി, ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് 200 രൂപയാണ്. 100 രൂപ മുതൽ 1000 രൂപയ്ക്ക് മോളി വരെ ചെലവാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു ആവറേജ് മനുഷ്യന്റെ ആവറേജ് സാമ്പത്തിക ചെലവ് ഒരു ദിവസത്തെ അരിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരാളുടെ ചെലവെന്ന് പറയുന്നത് 200 രൂപയാണ്.
നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ GST റേറ്റ് അനുസരിച്ച് ഇന്നലകൾ വരെ 28%, 18%, 12% ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് 18ഉം 5ഉം ആക്കി. ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ അത് 23%. ഇതിന്റെ ഒരു ആവറേജ് എടുത്ത് ഒരു 13% എന്നൊരു കണക്കെടുത്താൽ ഒരു ദിവസം ഒരു മനുഷ്യൻ 200 രൂപ അനുദിന ജീവിതത്തിൽ ചെലവാക്കുമ്പോൾ അതിനകത്തുനിന്ന് 13%, അതായത് 26 രൂപ ഒരു വയസ്സുള്ള ഒരു കുട്ടി മുതൽ 70 വയസ്സ് വരെയുള്ള ഒരാൾ വരെ ഓരോ ദിവസവും 26 രൂപ വെച്ച് സർക്കാരിൽ നികുതി അടയ്ക്കുന്നുണ്ട് പരോക്ഷമായി. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന 70 വയസ്സുള്ള അപ്പച്ചനും വീട്ടിലിരിക്കുന്ന 1 വയസ്സുള്ള കുട്ടിയും, ആ കുട്ടിക്കും വേണമല്ലോ പാമ്പേഴ്സും ബാക്കി സംവിധാനവും ഒക്കെ, പാൽപ്പൊടിയൊക്കെ വേണം. ഇങ്ങനെ കണക്കൂട്ടി എടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു ജോലിയില്ലെങ്കിലും സർക്കാർ ജോലി അല്ലെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ ഒരു ദിവസം 26 രൂപ സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നുണ്ട്. 70 വർഷത്തിന് 26,000 ദിവസം വെച്ച് കൂട്ടിയാൽ ഏതാണ്ട് 70 ലക്ഷത്തിലധികം രൂപ ഒരു മനുഷ്യൻ അറിയാതെ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഈ 70 ലക്ഷം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം മേടിക്കും, പെട്രോൾ അടിക്കും, ഫോൺ ചാർജ് ചെയ്യും, ഫോൺ മേടിക്കും, ആശുപത്രി പോകും, മരുന്ന് മേടിക്കും, പിന്നെ വണ്ടി മേടിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അതിന്റെ ഡബിൾ ആയിട്ട് വരും നികുതി, ഏതാണ്ട് 1.5 കോടി. എന്നാൽ നമ്മൾ ഓരോ മനുഷ്യനും ഈ 700 രൂപ ശമ്പളമുള്ള മനുഷ്യൻ പണിയെടുക്കുമ്പോൾ അതിന്റെ ഉൽപാദനവും കൂടെ കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 5 കോടി മുതൽ 6 കോടി രൂപ വരെ ഏതൊരു സാധാരണക്കാരനും ഒരു ജീവിതകാലത്ത് സമൂഹത്തിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ഈ 6 കോടി ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് 60 വയസ്സ് കഴിയുമ്പോൾ അവര് ചോദിക്കുക, പിന്നീടുള്ള 10 വർഷം മാസം 10,000 രൂപ വെച്ച് വർഷം 1,20,000 രൂപ തരാമോ? അല്ലെങ്കിൽ മാസം 10,000 രൂപ വെച്ച് 60 മുതൽ 70 വരെ ജീവിക്കുമെങ്കിൽ പിന്നീടുള്ള 10 വർഷത്തേക്ക് 12 ലക്ഷം രൂപ തരാമോ? 6 കോടി രൂപ കൊണ്ട് അടച്ചിട്ടാ ചോദിക്കുന്നത്. ചുമ്മാ പിച്ചക്കാശൊന്നും അല്ല ഇവനോടൊന്നും ചോദിക്കുന്നത്. ആണോ? നമ്മൾ ഈ വഴിയോടെ പോകുന്നവന്മാര് ഒരു 40-50 വണ്ടിക്ക് പുറകിൽ പിൻപടിച്ച് പോകുമ്പോ അവരോട് ചോദിക്കുന്നത് ചുമ്മാ ഒന്നുമല്ല. 5 കോടി 6 കോടി 7 കോടി രൂപ മിനിമം ഉണ്ടാക്കി സർക്കാർ കൊടുത്തിട്ടായി ചോദിക്കുന്നത്. അന്നേരം ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കും, ഇത് വയസ്സന്മാരുടെ പ്രസ്ഥാനമല്ലേ, അതെങ്ങനെ ഒക്കുന്നേ? ഞാൻ പറയുന്നു, നമുക്ക് അറിയാം, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സമയം പോവുകയല്ലാത്തത്. തിങ്കളാഴ്ച തുടങ്ങിയാൽ വെള്ളിയാഴ്ച വരെ പോകത്തേ ഇല്ല. എന്നാൽ അവധി ദിവസങ്ങൾ നോക്കി നിൽക്കുമ്പോ കടന്നു പോകും. ഇതുപോലെ തന്നെയാ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സമയം അങ്ങോട്ട് റോക്കറ്റ് പോലെ കുതിക്കുക. അതുകൊണ്ട് ഈ മൈക്കിന്റെ ശബ്ദപരിധിക്ക് അകത്തിരിക്കുന്ന ഏത് ചെറുപ്പക്കാരോടും പറയട്ടെ, ഇന്ന് ഞങ്ങളാണെങ്കിൽ നാളെ നിങ്ങൾ ഈ സ്ഥലത്ത് വരും, നോക്കി നിൽക്കുമ്പം വരും. അതുകൊണ്ട് ഈ 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറയുന്ന ആശയം ഈ ഭൂമിയിലെ ഈ ഇന്ത്യയിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായ അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? ഞാൻ പറയുന്നത്, ഈ 3,35 ലക്ഷം പൊതുജനം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ 15 ലക്ഷം വരുന്ന അധികാര വർഗത്തിന്റെ വായിലേക്ക് തള്ളുന്നത് ഒരു പരുവത്തിന് മര്യാദയാക്കിയാൽ നിസാരമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 10 വർഷം, അതായത് 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കും മഞ്ഞും പുല്ലിന്റെ ഇടയ്ക്ക്, മഞ്ഞും കൊണ്ട് പുല്ലിന്റെ ഇടയ്ക്കൂടെ ടോർച്ച് മടിച്ച് ഇന്നിപ്പം വന്യമൃഗങ്ങൾ വരെയായി പാമ്പും എലിയും പല്ലിയും പഴുതാരയും തോട്ടപ്പുഴുവിന്റെ ഇടയ്ക്കൂടെ പോകുന്ന വെട്ടുകാരൻ ആ വെട്ടും കഴിഞ്ഞ് പാലും എടുത്ത് അത് അമോണിയായി ഒഴിച്ച് അല്ലെങ്കിൽ അത് ആസിഡ് ഒഴിച്ച് അത് അടിച്ച് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് അവൻ 60 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചെന്നേ ഉള്ളൂ. ഈ ജവളിക്കടകളിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരിമാര് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ നിന്നിട്ട് അതിന്റെ പൊടിയും അലർജിയും രാവിലെ വീട്ടിലത്തെ കഷ്ടപ്പാടും പണിയും വൈകിട്ട് ചെന്ന് വീട്ടിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതുങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചെങ്കിൽ കഷ്ടം ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആരാ 70 വയസ്സ് വരെ ഇരിക്കുന്നത്?
അപൂർവം ചില ആളുകൾ 6 കോടി സർക്കാരിലേക്ക്, 7 കോടി സർക്കാരിലേക്ക്, 10 കോടി സർക്കാരിലേക്ക് ഒരു ജീവിതകാലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ട് 1,20,000 അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് 12 ലക്ഷം തരാമോ എന്ന് ചോദിക്കുമ്പോ ഒരു കാര്യം പറയാം, മാസം 33 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവൻ ഇവിടെയുണ്ട്. അതിയാന്റെ പേരാ KV തോമസ്. അതായത് 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നമ്മൾ പറയുന്ന വ്യവസ്ഥ പ്രകാരം കിട്ടിയാൽ 12 ലക്ഷം ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ അങ്ങനെ 3 പേർക്ക് 10 വർഷം കൊണ്ട് കൊടുക്കേണ്ട 30 വർഷത്തേക്ക് 3 പേർക്ക് കൊടുക്കേണ്ട പണമാണ് KV തോമസിന് ഒരു മാസം കൊടുക്കുന്നത്. 33 ലക്ഷം. എന്നാ ശുദ്ധ തമ്മാടിത്തരമായി കാണിക്കുന്നത് ആണോ? നിങ്ങൾ പറ. അയാൾ എന്നെ ഉണ്ടാക്കിയിട്ടാ പോയിരുന്നു 33 ലക്ഷം കൊടുക്കുന്ന മാസം. ഞാനല്ല പറയുന്നത്, ജി സുധാകരനാ പറഞ്ഞത്. ഞാൻ പറയുമ്പല്ലേ പ്രശ്നമുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിലോ 60 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ യൂറോപ്പിലും US-ലും ഒക്കെ 60 വയസ്സിന് മുകളിൽ പെൻഷൻ പറ്റുന്ന ആളുകളെ അവിടുത്തെ ഗവൺമെന്റ് എല്ലാ സംവിധാനവും കൊടുത്ത് സംരക്ഷിക്കുക. എന്റെ അനിയനും ഭാര്യയും ഇംഗ്ലണ്ടിലുണ്ട്. അവർക്ക് എന്റെ ഏതാണ്ട് അടുത്ത് പ്രായമുണ്ട്. അനിയന്റെ ഭാര്യ പറയുക, പെൻഷൻ പറ്റിയ ഞങ്ങൾ ഇന്ത്യയിലോട്ട് വരികയില്ല, പിള്ളേര് വരികയില്ല, ഞങ്ങൾക്ക് ഇവിടെ ആരും കാണുകയില്ല. ഇംഗ്ലണ്ടിലാണ് എല്ലാ സംവിധാനവും ഉണ്ട്, ഞങ്ങൾ അവിടെ നിൽക്കുകയുള്ളൂ, ഈ നശിച്ച നാട്ടിലോട്ട് വരികയെന്നോ. അങ്ങനെ ഉണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ മാതൃക കാണിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് മാസം 10,000 രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാ. അത് നമുക്ക് വേണം, അത് നമ്മൾ മേടിച്ചെടുക്കും. അത് കിട്ടുന്നത് വരെ നമ്മൾ ഓരോരുത്തരെ നിലത്ത് നിർത്തുകയില്ല. ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നവരോടും പറയട്ടെ, ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ കേരളത്തിൽ വളരുമെന്ന് തോന്നി. അന്നേരം ഇതിനകത്തോട്ട് രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റി. അവസാനം ഇത് 16 പീസായിട്ട് ചെതറിപ്പോയി. ഇനിയെങ്കിലും ഈ രാഷ്ട്രീയക്കാരന്റെ ചിന്തകൾ വിട്ടിട്ട് ഒരുമിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നാൽ ഒരു കാര്യമുണ്ടോ? ഇലക്ഷൻ വരും, ഇപ്പൊ വന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വരും, നിയമസഭാ ഇലക്ഷൻ വരും. എല്ലാ വീട്ടിലും 60 വയസ്സ് 50 വയസ്സിന് മുകളിലുള്ള 2 കാരണവന്മാരേ ഉള്ളൂ. അത്രവല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പറ ചെറുപ്പക്കാരുണ്ടോന്ന്? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവന്മാര് വീട്ടിലോട്ട് വരും, ചുമന്ന അണ്ടർവെയറൊക്കെ പൊക്കി പിടിച്ചോണ്ട്. അന്നേരം വരുമ്പം ഞങ്ങളുടെ കാര്യത്തില് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, എന്നാലേ വോട്ട് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ശമ്പളവും പെൻഷനും കൂട്ടാനൊന്നും ഓരോരുത്തരോടും ചോദിക്കുന്നില്ലല്ലോ. ഈ പ്രാവശ്യം 35% കൂട്ടുകാരന്മാര് എന്നാ ഉണ്ടാക്കിയിട്ടാ? പകല് മുഴുവൻ ജനസേവനം എന്ന് പറയും, ചെയ്യുന്നത് തന്നെ ജനദ്രോഹം. ഈ ജനദ്രോഹം നിന്ന് ചെയ്ത വരാലുകറിയും കൂട്ടി ഇവന്മാരിങ്ങനെ അർമാദിച്ച് 1 കോടി രൂപയുടെ ബസ്സാല് തൂറിക്കൊണ്ട് നടക്കുമ്പോ നമ്മൾ മനസ്സ് വെച്ചാൽ, 2 പേരൊരു വീട്ടിലുണ്ട്, നമ്മൾ പറയുന്നു മക്കളൊന്നും ഇവിടെ ഇല്ല, ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങളുടെ കാര്യത്തിൽ എന്താ? ഞാൻ അതുകൊണ്ട് വീണ്ടും വേദിയിൽ ഇരിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ ഈ ചതറിക്കിടക്കുന്ന പീസുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഒറ്റ പീസായി കൊണ്ടുവരാമെങ്കിൽ വരച്ച വരെ നിൽക്കും. 2 ചങ്കുള്ളവരും 4 ചങ്കുള്ളവരും എല്ലാം വരച്ച വരെ നിൽക്കും. ഇത് ചതറിപ്പോകരുത്. ഇതെന്താന്നറിയാവോ? കേരളം ഇപ്പൊ നിൽക്കുന്നത് ചെറുപ്പക്കാരുടെ കയ്യിലല്ല. ആരുടെ കയ്യില? മുടി നേരത്തവരുടെ കയ്യില. മുടി നേരത്തവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് ആ ഞങ്ങൾക്കിട്ട് പണിയുന്നവന്മാർ ഇവിടെ വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കേല. നമ്മൾ പറയുന്നിടത്ത് നിൽക്കും. അതുകൊണ്ട് അധ്യക്ഷൻ പറഞ്ഞു നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാനും അതുകൊണ്ടാണ് വേദിയെ വന്നത്. രാഷ്ട്രീയം ഉള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയെ പോയി പറഞ്ഞാൽ മറ്റവനാന്ന് പറയും, അപ്പുറത്ത് പോയി പറഞ്ഞാൽ ഇപ്പനാന്ന് പറയും. ഇതിപ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയട്ടെ, ഇനി മുന്നോട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇലക്ഷൻ ആകുമ്പം
ഇപ്പൊ 2000 ആക്കാൻ പോവുക ക്ഷേമ പെൻഷൻ. 1600 എന്നുള്ളത് 2000. അത് തന്നെ സമയത്ത് കിട്ടുമോ? കിട്ടുകയില്ല. ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥൻ ഭാര്യയും ഭർത്താവും സർക്കാർ ജോലിക്കാരെന്ന് വെച്ചു, രണ്ടുപേർക്കും പെൻഷൻ ഉണ്ട്. ഭർത്താവ് ചത്തുപോയാൽ ഭർത്താവിന്റെ പെൻഷന്റെ പകുതി ഭാര്യയ്ക്ക് കിട്ടും. കർഷക തൊഴിലാളി അല്ലെങ്കിൽ 1600 രൂപ പെൻഷനുള്ള സാധാരണക്കാരൻ മരിച്ചാല് അയാളുടെ പെൻഷന്റെ പകുതി 800 രൂപ അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കും. അമ്മമാര് കൊടുക്കല്ലോ. ഓട്ടിന് നാളികളെ കൊണ്ട് വരട്ടെ. ഒരു കാരണവശാലും ഇവന്മാരെ പിറക്കത്ത് പറ്റല്ലോ. ഇയാളെങ്ങളാ പട്ടികളെ വെളിയിരുന്ന് പറയണം, പറയാൻ ധൈര്യം വേണം നമുക്ക്. ഇനി പറയട്ടെ, എനിക്ക് 53 വയസ്സുണ്ട്. ഞാൻ മുടിയൊന്നും ഡൈ അടിച്ചിട്ടില്ല. ഇതാണ്ട് അപ്പത്തിനൊക്കെ ഇരിക്കുന്നത് ഡീസന്റ് ആയിട്ട്. ഈ രാഷ്ട്രീയക്കാരന്മാർക്ക് എല്ലാവന്മാർക്കും 60-70 മോളിൽ പ്രായമുണ്ട്. എല്ലാവരും കറുപ്പിച്ച് പയ്യനായിട്ട് നടക്കുക. അവന്മാരെയും കൂടെ കൂട്ടിയല്ലേ നമ്മൾ ഈ പറയുന്നത്, ആണല്ലോ. അതുകൊണ്ട് 1600 അല്ല. ഞാൻ രസമായിട്ട് കഴിഞ്ഞ ദിവസം ഓർത്തു, 6 മാസം കൂടുമ്പോൾ ഇലക്ഷൻ വരുമായിരുന്നു 500 കയറ്റി വെച്ചാലേ, ആണല്ലോ. പക്ഷെ അതിന് ഭാരം നമുക്ക് തന്നെ വരും. ഈ ഒടുക്കത്തെ ചെലവ് മുഴുവൻ നമ്മൾ വായിക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മഴക്കാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും വീട്ടിൽ പോകണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയാൽ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം മറന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഇതര സംഘടനയാ വൺ ഇന്ത്യ വൺ പെൻഷൻ. ഇത് എത്തിക്കേണ്ട പോലെ എത്തിച്ചാൽ, നിങ്ങൾക്കറിയാമോ, 2-3 ഇലക്ഷന് മുമ്പ് 5000 വോട്ടുള്ള ഒരുത്തൻ വിറപ്പിച്ച് കയറണം. ആളിനെ ഇപ്പൊ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. എന്നാൽ നമ്മൾ എത്ര പേരുണ്ട്? ഏത് പഞ്ചായത്തിലെ ഏത് വാർഡിൽ ചെന്നാലും മിനിമം 10 പേരുണ്ട്, മിനിമം 100 പേരുണ്ട്. ഇത് നല്ല ലക്ഷ്യത്തോടെ മുന്നോട്ട് മാറിയാൽ, ഇതിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയാൽ, ഒരു കാരണവശാലും ഒരുത്തനും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയല. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കും. നമ്മുടെ അടുത്തേക്ക് ഇവർ വരും, ഞങ്ങൾ ഇത് തരാമെന്ന് പറയും. എങ്ങനെ തരാൻ പറ്റും? എല്ലാവർക്കും ജീവിക്കാൻ പെൻഷൻ വേണം. എനിക്ക് വ്യക്തിപരം അറിയാവുന്ന ഒരു 5 മിനിറ്റ് അപ്രഭാതം നിർത്തും. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു മനുഷ്യൻ അധ്യാപകനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പെൻഷനായി. അയാൾ പിശുക്കനാ, ചെരുപ്പിടുകയില്ല, ഒറ്റ മുണ്ടേ കൊടുക്കുള്ളൂ, മുണ്ടിന് പശ മുക്കുകയില്ല, തേപ്പുകാരനെ കൊടുത്ത് തേപ്പിക്കുകയില്ല, ഷർട്ട് തേപ്പിക്കുകയില്ല. ഒരു കാറ് മേടിച്ചതിന് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഇടിച്ചിടിച്ചിടിച്ചിട്ട് ചളങ്ങിയ കാർ ഇരിക്കുന്നത്, ഡ്രൈവറെ വെക്കുകയില്ല. പെൻഷൻ ഇഷ്ടം പോലെ. ഇയാൾ പിരിയുമ്പോൾ 1200 രൂപ ശമ്പളമുള്ളൂ. ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് പിരിഞ്ഞത്. ഇപ്പൊ 1 ലക്ഷം രൂപ പെൻഷനുണ്ട്. കിട്ടുന്ന പൈസ മുഴുവൻ മേടിച്ച് ഇയാൾ തന്നെ കാണിച്ചതറിയാമോ? ഈ സ്വകാര്യ ബാങ്കിൽ കൂടെ എല്ലാം കൊണ്ടിട്ടു. പക്ഷെ ഈയിടെ ഒരു കാര്യം സംഭവിച്ചു, അയാളുടെ മെമ്മറി അടിച്ചുപോയി. ഇപ്പൊ ഈ പൈസ 1.25 കോടി 2 കോടി രൂപ എവിടെ കൊണ്ട് ഇട്ടേക്കുന്ന അയാൾക്ക് അറിയത്തില്ല. അതും കൊണ്ട് ആമ്പിള്ളേര് പോയി. ഈ കേരളത്തിലെ വലിയ പുള്ളികളെ നേതാക്കന്മാരൊക്കെ 10-50,000 കോടി കൊണ്ട് സായിപ്പിന്റെ കൈ കൊണ്ട് തള്ളും. സായിപ്പ് അതുകൊണ്ട് പോകല്ലേ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പോയി ബാങ്കിൽ അക്കൗണ്ടുകളിൽ പണം കിടന്നാക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിസ്ഥാനം. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ ഒരാൾ പറയുക, തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടകളിൽ ശമ്പള ദിവസങ്ങളിൽ 50 കിലോ സ്വർണമാണ് ഒരു സ്വർണ്ണക്കടയിൽ വിൽക്കുന്നത്. 4000 ഉദ്യോഗസ്ഥന്മാരുണ്ട് തിരുവനന്തപുരത്ത്. 4000 ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. ബാക്കിയുള്ളവരോടും കൂടി ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് 50 കിലോ സ്വർണം, 50 കിലോ പിണ്ണാക്കല്ല, 50 കിലോ സ്വർണം ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് മേടിക്കുന്നെങ്കിൽ തിരുവനന്തപുരത്ത് എത്ര സ്വർണ്ണക്കടയുണ്ട്? ഈ പണം മുഴുവൻ, മാർക്കറ്റിൽ ഇറങ്ങേണ്ട പണം മുഴുവൻ, ഇത് മുഴുവൻ സ്വർണ്ണ കട്ടികളായിട്ട് മേടിച്ചിട്ട് വീട്ടിലും ലോക്കറിലും വീടിന്റെ സ്ലാബിനടിയിലും കൊണ്ട് കുഴിച്ചു വെച്ചാൽ സമൂഹത്തിൽ കാര്യം നടക്കില്ല. എന്നാൽ നമുക്ക് 10,000 രൂപ തന്നാൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ മാർക്കറ്റിൽ ഇറക്കും, നമ്മൾ അരി മേടിക്കും, നമ്മൾ പലചരക്ക് മേടിക്കും, നമ്മൾ പച്ചക്കറി മേടിക്കും, നമ്മൾ മരുന്ന് മേടിക്കും. അവസാനം ഇത് മാർക്കറ്റിൽ വരും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയട്ടെ, രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തിപരം, അതിനപ്പുറത്ത് സംഘടനയായിട്ട് ഒരുമിച്ച് നിന്ന് ശക്തിയോടെ മുന്നോട്ട് പോകാൻ പറ്റും എങ്കിൽ അത് തെളിയിച്ചാൽ ഇന്നലകളിൽ ചെതറിപ്പോയതെല്ലാം കൂടെ ഇനി മുന്നോട്ട് ഒന്നു ചേർന്ന് ഒരുമിച്ച് പോയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മളായിരിക്കും. ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യണം എന്നതാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. വേദിയിലുള്ളവരുടെയും സദസ്സിലുള്ളവരുടെയും മൈക്കിന്റെ ശബ്ദപരിധിക്കകത്ത് എന്നെ ശ്രവിക്കുന്ന എല്ലാവരുടെയും സമ്മതത്തോടുകൂടി, ആശീർവാദത്തോടുകൂടി, അനുഗ്രഹത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.